ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹഭ്യോ സ്കന്ധായ ദേവ്യേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, തൃശ്ശൂർ തളിക്കുളം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കർമ്മസ്ഥാനത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും അവരവരുടെ ഭാവി, എന്ത് കർമ്മം ചെയ്യും, എന്ത് തൊഴിൽ എന്നുള്ളത് ഒരു വിശേഷ ഇതാണല്ലോ. അതായത് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്, നമ്മൾക്ക് ഏത് തൊഴിൽ ചെയ്താൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളത്. വിധിക്കപ്പെട്ട തൊഴിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് വൃദ്ധിയാകുന്നത്. ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നമുക്ക് ആയില്ലല്ലോ. നമുക്ക് എന്താണ് വിധി, നമ്മുടെ ജാതകവശാൽ എന്താണ് വിധി എന്നുള്ളത് നോക്കി അതിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും ഉയർന്നു വരാൻ സാധ്യമാണ്. അപ്പോൾ ജാതകവശാൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യം അറിയാൻ 10ാം ഭാവാധിപൻ, ജാതകത്തിൽ 10ാം ഭാവാധിപൻ, 10ൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഇവയുടെയൊക്കെ അംശസ്ഥിതി, 10ാം ഭാവാധിപന്റെ അംശകാധിപതി, 10ാം ഭാവാധിപൻ ഏത് ഗ്രഹം ഏത് ഭാവത്തിൽ നിൽക്കുന്നു, 10ാം ഭാവാധിപന് 10ൽ അഷ്ടവർഗ ബിന്ദുക്കൾ എത്ര, മന്ദാഷ്ടവർഗത്തിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാം, അവയുടെ കാരകത്വങ്ങൾ, അവയുടെ ബലാബലങ്ങൾ, അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ ബലവാൻ ആരെല്ലാം എന്നെല്ലാം മനസ്സിലാക്കി വേണം ജാതകന്റെ തൊഴിൽ മനസ്സിലാക്കാനും വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകാനും. പിന്നെ ദശാനാഥനും അപഹാരനാഥനും കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു എന്നതും, ദശാപഹാരനാഥനും കർമാധിപനും ധനഭാവത്തിലും ലാഭസ്ഥാനത്തും എത്രമാത്രം സ്വാധീനമുണ്ട്, 2ലും 11ലും ഉള്ള അഷ്ടവർഗ ബിന്ദുക്കൾ, അതായത് 2ാം ഭാവത്തിലും 11ാം ഭാവത്തിലുള്ള അഷ്ടവർഗ ബിന്ദുക്കൾ എത്രയൊക്കെ ഉണ്ട് എന്നും, ഇതൊക്കെ ഒരു ജോലി നേടാനാവുമോ, അത് കൊണ്ട് വരുമാനം ഉണ്ടാകുമോ എന്നതിനെ കൂടുതൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും ജൈമുനി ജ്യോതിഷത്തിൽ മറ്റൊരു രീതിയിൽ എളുപ്പം നിരീക്ഷണം ചെയ്യാൻ കഴിയുന്നു എന്നത് ജ്യോതിഷ പഠിതാക്കൾക്ക് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതായത് ജൈമുനി ജ്യോതിഷപ്രകാരം ഒരാളുടെ കർമ്മം, ജോലി, അവരുടെ വിദ്യാഭ്യാസം എന്നിവ മനസ്സിലാക്കാം. ജൈമുനി ജ്യോതിഷത്തിൽ മറ്റൊരു രീതിയിൽ എളുപ്പം നിരീക്ഷണം ചെയ്യാൻ കഴിയുന്നു എന്നത് ജ്യോതിഷ പഠിതാക്കൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. അതായത് ജൈമുനി ജ്യോതിഷപ്രകാരം ഒരാളുടെ കർമ്മം, ജോലി, അവരുടെ വിദ്യാഭ്യാസം എന്നിവ മനസ്സിലാക്കാം. ഒരു ജാതകന്റെ ജോലിയുടെ സ്വഭാവം അറിയാൻ തൊഴിൽ ഭാവത്തോട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഏത് ടൈപ്പ് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കി, പ്രത്യേകിച്ചും 10ാം ഭാവാധിപൻ കാരകാംശ ലഗ്നം, കാരകാംശ ലഗ്നത്തിൽ നിന്നും 5ാം ഭാവാധിപൻ, 2ാം ഭാവാധിപൻ, 11ാം ഭാവം ഭരിക്കുന്ന ഗ്രഹം, 7ാം ഭാവം ഭരിക്കുന്ന ഗ്രഹം, 6ാം ഭാവം ഭരിക്കുന്ന ഗ്രഹം, ഇവയെല്ലാം ഏത് ടൈപ്പ് രാശിയിലാണ് നിൽക്കുന്നതെന്ന് കണ്ടറിഞ്ഞ് തൊഴിലിനെ നിരീക്ഷിച്ച് അറിയേണ്ടതാണ്.
രാശികളെ അവയുടെ സ്വഭാവങ്ങൾ അനുസരിച്ച് പല രീതിയിൽ വിഭജിച്ചിട്ടുണ്ട്. അവ പറയുന്നു: മേടം, കർക്കിടകം, തുലാം, മകരം ഇവ ചരസ്വഭാവമുള്ള രാശികളും ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം ഇവ സ്ഥിരസ്വഭാവമുള്ള രാശികളും മിഥുനം, കന്നി, ധനു, മീനം ഇവ ഉഭയ സ്വഭാവമുള്ള രാശികളും ആകുന്നു. രണ്ടാം ഭാവം നേട്ടം, ആറാം ഭാവം തൊഴിൽ സ്ഥലം, ഏഴാം ഭാവം പദവിയും പ്രാപ്തിയും, പത്താം ഭാവം കർമ്മം, 11ാം ഭാവം എല്ലാ കർമ്മത്തിൽ നിന്നുള്ള ലാഭം. ഈ ഭാവങ്ങൾ പ്രധാനമായി തൊഴിൽ സംബന്ധമായിട്ട് ചിന്തിച്ച് ഫലം നിർണ്ണയിക്കണം. മുകളിൽ നേരത്തെ പറഞ്ഞ ഭാവാധിപ ഗ്രഹങ്ങളിൽ, അതായത് മാക്സിമം 5 ഗ്രഹങ്ങൾ ഈ പറഞ്ഞ പ്രകാരം ചരരാശിയിലാണെങ്കിൽ അവരുടെ തൊഴിൽ സ്വഭാവം ചരസ്വഭാവം ഉള്ളതായിരിക്കും, വെച്ചാൽ അസ്ഥിരതയാണ്. സ്ഥിരരാശിയിലാണെങ്കിൽ സ്ഥിര സ്വഭാവമായിരിക്കും. അസ്ഥിരം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത്, അതായത് യാത്രാ സംബന്ധമായിട്ടുള്ള തൊഴിൽ എന്നർത്ഥം. സ്ഥിരരാശിയാണെങ്കിൽ സ്ഥിര സ്വഭാവമായിരിക്കും. ഉഭയരാശിയാണെങ്കിൽ ഉഭയരാശിക്ക് ദ്വയസ്വഭാവം ഉള്ളതുകൊണ്ട് പലതും ഇവർക്ക് വഴങ്ങാം. അതായത് 2 അതിലധികമോ തൊഴിലൊക്കെ ഏർപ്പാട് നടത്താനും സാധ്യമാണ് അത്തരക്കാർക്ക് എന്നർത്ഥം. ഒരു ജാതകന്റെ ഗ്രഹനിലയിൽ ലഗ്നം, ചന്ദ്രൻ, സൂര്യൻ എന്നിവയിൽ ബലം അധികമുള്ള ഗ്രഹം നിൽക്കുന്നതിൻ്റെ 10ാം ഭാവാധിപന്റെ നവാംശാധിപൻ ഏതു ഗ്രഹമാണോ ആ ഗ്രഹത്തിനു പറഞ്ഞിട്ടുള്ള പ്രവൃത്തി കൊണ്ട് ആണ് ധനലാഭം ഉണ്ടാകുക. മേൽപ്പറഞ്ഞ 3 ഗ്രഹത്തിൻ്റെയും 10ാം ഭാവാധിപന്മാർക്കും അവരുടെ അംശകാധിപന്മാർക്കും ബലമുണ്ടെങ്കിൽ ആ അംശകാധിപന്മാർ 3 പേരുടെയും പ്രവൃത്തി, അതായത് കർമ്മം കൊണ്ടും ധനലാഭം ഉണ്ടാകാം. അതെല്ലാം പരാശരഹറയിൽ പറയുന്ന മെത്തേഡുകളാണ്. ലഗ്ന ചന്ദ്രന്മാരുടെ 10ൽ നിൽക്കുന്ന ഗ്രഹത്തിന് ബലം തീരെ ഇല്ലെങ്കിലും ലഗ്നാധിപന്റെ ശത്രുവായിരിക്കുകയും 10ാം ഭാവാധിപനും അതിൻ്റെ അംശകാധിപനും ബലം ഇല്ലാതിരിക്കുകയും ചെയ്താൽ അന്യരിൽ നിന്നും സ്വയപ്രയത്നത്താലും ധനം ലഭിക്കില്ല എന്നത് തന്നെയാണ്. അപ്പോൾ ഈ യോഗത്തിൽ ലഗ്നാധിപനും സൂര്യനും ഒട്ടും ബലമില്ലാതിരിക്കുകയും കൂടിയായാൽ അയാൾ അന്യരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. ആദിത്യചന്ദ്ര ലഗ്നങ്ങൾ 3ൻ്റെയും കർമാധിപന്മാർക്ക് ബലമില്ലെങ്കിൽ അയാൾക്ക് ആ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിൽ വലിയ കടക്കാരനായി തീരും, അല്ലെങ്കിൽ കടബാധ്യതകൾ ഉണ്ടാകും എന്നുള്ളത് കരുതേണ്ടതാണ്. ഒരു ജാതകന്റെ ഗ്രഹനിലയിൽ 10ാം ഭാവാധിപൻ കർമാധിപൻ ഉച്ചസ്ഥിതി ആയാൽ രാജപദവിയിലെത്തും. മൂലക്ഷേത്രത്തിലെങ്കിൽ കോടീശ്വര യോഗം, കർമാധിപൻ സ്വക്ഷേത്രത്തിലെങ്കിൽ ലക്ഷാധിപതി, ബന്ധുക്ഷേത്രത്തിലെങ്കിൽ പണക്കാരൻ, ശത്രുക്ഷേത്രത്തിലെങ്കിൽ നിത്യവൃത്തി കഴിഞ്ഞുപോകും, നീചത്തിലെങ്കിൽ കഷ്ടപ്പാട് മാത്രം മിച്ചം എന്നിങ്ങനെ ചിന്തിക്കാവുന്നതാണ്. ഇനി പ്രധാനമായി ഗവൺമെൻറ് ജോലിയെക്കുറിച്ച് ചിന്തിക്കാം. ആർക്കെല്ലാം ഗവൺമെൻറ് ജോലി ചെയ്യാനുള്ള യോഗമുണ്ട്, ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഗ്രഹസ്ഥിതിയിൽ മനസ്സിലാക്കാവുന്നതാണ്.
സൂര്യൻ ഗവൺമെന്റ് ജോലിയുടെ കാരകനാണ്. ജാതകത്തിൽ സൂര്യൻ 2, 6, 10 ഭാവങ്ങളിൽ നിന്നാൽ ഏകദേശം ഒരു 98% ഗവൺമെന്റ് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. 2ാം ഭാവം സാമ്പത്തിക വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അതായത് നമ്മുടെ സേവിങ്സ് എല്ലാം ചിന്തിക്കുന്നത് 2ാം ഭാവം കൊണ്ടാണ്. സൂര്യൻ 2ാം ഭാവത്തിൽ നിന്നാൽ ഗവൺമെന്റ് മൂലം പണം ലഭിക്കും എന്ന സൂചനയാണ്. അതുപോലെ 6ാം ഭാവം എംപ്ലോയീസ്, ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ടി വരും. ആയതിനാൽ ഗവൺമെന്റ് ജോലി സർവീസ് 6ാം ഭാവം കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ സൂര്യൻ 10ാം ഭാവത്തിൽ നിന്നാൽ ഗവൺമെന്റ് ജോലി ലഭിക്കും. ഈ ഗ്രഹങ്ങളെല്ലാം ബലവാനായി നിൽക്കണം എന്നു മാത്രം നിർബന്ധമാണ്. ഇനി 10ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ നിന്നാൽ ഗവൺമെന്റ് ജോലി കിട്ടും. അതുപോലെ 6ാം ഭാവാധിപതി 10ാം ഭാവത്തിൽ നിന്നാലും ഗവൺമെന്റ് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 6ാം ഭാവാധിപനും 10ാം ഭാവാധിപനും യോഗം ചെയ്ത് 2, 4, 9, 10 എന്നീ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാവത്തിൽ നിന്നാൽ ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള സാധ്യതകളാണ്. 6ാം ഭാവത്തിൽ 6ാം ഭാവാധിപനും 10ാം ഭാവാധിപനും യോഗം ചെയ്ത് നിന്നാൽ ഗവൺമെന്റ് ജോലിക്കുള്ള സാധ്യതയാണ്. ഏതൊരു ജാതകത്തിലും 10ാം ഭാവാധിപതിയും 6ാം ഭാവാധിപനും ഏത് രീതിയിലും ബന്ധപ്പെട്ടാലും, അതായത് ഇവർ പരസ്പരം ദൃഷ്ടി ചെയ്താലും യോഗം ചെയ്താലും ഗവൺമെന്റ് ജോലിക്കുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരാളുടെ കർമ്മം നിശ്ചയിക്കുക എന്നത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി ഗഹനമായി ചിന്തിച്ച് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. ആ ഗ്രഹങ്ങളുടെ രാശി സ്വഭാവങ്ങളും ആ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളും അനുസരിച്ച് അവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല കർമ്മം ചെയ്യാനുള്ള യോഗങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.